വചനം വചനം ത്രിയേക ദൈവമം വചനം. പ്രിയരെ, നോമ്പുകാലത്തെ ആദ്യത്തെ ഞായറാഴ്ച തിരുസഭ നമ്മുടെ വിചിന്തനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1 അധ്യായം 4 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടുന്ന സുവിശേഷ ഭാഗമാണിത്. നമ്മളിന്ന് പ്രധാനമായും 3 കാര്യങ്ങളാണ് വിചിന്തനത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. 1, മരുഭൂമി ദൈവാനുഭവത്തിൻ്റെയും രൂപീകരണത്തിൻ്റെയും വേദിയാണ്. 2, സ്വയാവബോധത്തിൻ്റെ വേദിയാണ് മരുഭൂമി. 3, പ്രലോഭനങ്ങൾ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളല്ല എന്നുള്ളതാണ്. ആദ്യമായി, മരുഭൂമി ദൈവാനുഭവത്തിൻ്റെ രൂപീകരണത്തിൻ്റെ വേദിയാണ്. പുറപ്പാട് അനുഭവങ്ങളിൽ നമ്മൾ കാണുന്നത് ഇതാണ്. ഉസിയ പ്രവാചകൻ 2 അധ്യായത്തിൽ 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 2:14 പ്രവാചകൻ പറയുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് വിജനതയിലേക്ക് കൊണ്ടുപോകും, അവിടെ ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. വിജനതയിൽ, മരുഭൂമിയിൽ ഹൃദ്യമായി അവളോട് സംസാരിക്കുന്ന, ദൈവജനത്തോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം. പുറപ്പാട് അനുഭവം സൂചിപ്പിക്കുന്നത് ഇതാണ്. ദൈവജനത്തെ ദൈവം രൂപീകരിച്ചത്, രൂപപ്പെടുത്തിയത് മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെയാണ്. അവരൊരു വിശ്വാസ സമൂഹമായി അവിടുന്ന് മരുഭൂമിയിൽ രൂപപ്പെടുത്തി. സ്വന്തം ജനമായി, തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി അവരെ അവിടുന്ന് രൂപീകരിച്ചു. വാഗ്ദാന ഭൂമിയിലേക്ക് അവരെ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രലോഭനങ്ങളുടെ വേദിയായി അത് മാറുന്നുണ്ട്. മുന്നോട്ടുള്ള യാത്രയിലും ഈജിപ്തിലെ ഇറച്ചിപ്പാത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ദൈവജനത്തിൻ്റെ പാപാവസ്ഥയെക്കുറിച്ച്, പ്രലോഭനത്തെക്കുറിച്ച് പുറപ്പാടനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്തിരിഞ്ഞു നോക്കുവാനുള്ള, ലോത്തിൻ്റെ ഭാര്യയെ പോലെ ദൈവത്തിൻ്റെ വചനം അവഗണിച്ച് തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു പ്രലോഭനം. പഴയതിലേക്ക്, പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക്, അത് ഉത്കൃഷ്ടങ്ങളായിരുന്നു, അവിടെയായിരിക്കുന്ന നല്ലത് എന്ന തോന്നലുകളിൽ മുന്നോട്ട് ദൈവം നയിക്കുന്ന സ്വാതന്ത്ര്യം കാണുവാൻ സാധിക്കാതെ പോകുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതേറ്റവും വലിയ പ്രലോഭനമായിട്ട് നമ്മൾ കാണുന്നു. പിറുപിറുക്കുന്ന ഒരു ജനസമൂഹമായിട്ട് ദൈവത്തിൻ്റെ ജനം മാറുന്നു. ഈ പ്രലോഭനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവം അവരുടെ കൂടെ നിൽക്കുന്നു. വെളിച്ചമായി, തണലായി, മന്നയായി, അപ്പമായി ദൈവം അവരുടെ കൂടെ നിൽക്കുന്നു. എന്നിട്ടും അപ്പം നൽകുന്ന അപ്പനെ തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്ന മക്കളായിട്ട് അവർ ദുശാഠ്യക്കാരായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ദൈവവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോ അപ്പമായി, കാരുണ്യമായി നമ്മുടെ കൂടെ വസിക്കുന്നു. 5 അപ്പം 5000 പേർക്ക് വച്ച് വിളമ്പിയ ഈശോനാഥൻ തനിക്ക് വിശന്നപ്പോൾ ഒരത്ഭുതവും പ്രവർത്തിച്ചില്ല. അവൻ നേരിട്ട ഏറ്റവും വലിയ പ്രലോഭനം കല്ലിനോട് അപ്പമാകാൻ പറയുക എന്നുള്ളതാണ്. വിശപ്പ്, ആ വിശപ്പ് മാറ്റുവാനുള്ള തൃഷ്ണ, അതാണ് അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടത്. എന്നിട്ടും സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കരുത്ത്, തൻ്റെ ശക്തി വിനിയോഗിക്കുവാനായിട്ട് ഈശോ തയ്യാറാകുന്നില്ല. ലൗകികതയിൽ, ക്ഷണികതയിൽ, സ്വകഴിവിൽ നമ്മൾ ദുരഭിമാനികളാകാതെ ദൈവാശ്രയത്തിലും ദൈവവചനത്തിലും ദിവ്യകാരുണ്യത്തിലും ശ്രദ്ധിച്ച് ദൈവത്തെ മാറ്റി നിർത്തിയുള്ളൊരു പോഷണം അത് സ്വീകരിക്കാതിരിക്കുവാനുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. രണ്ടാമതായി,
ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മരുഭൂമി സ്വാഭിമാനത്തിൻ്റെ സ്വയാവബോധത്തിൻ്റെ വേദിയാണ് എന്നുള്ളതാണ്. സ്വയാവബോധം. യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടു. എന്നാൽ പരീക്ഷിക്കപ്പെട്ടത് പിശാചിനാലാണ്. ഈ പരീക്ഷണങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ കുനിയുവാനുള്ള ഒരു പ്രലോഭനം. നീ എൻ്റെ മുമ്പിൽ എന്നെ കുമ്പിട്ടാരാധിച്ചാൽ ഇതെല്ലാം നിൻ്റേതാണ് എന്ന് പറയുവാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇമ്പകരമായ സ്വരം കേൾക്കുവാനുള്ള ഒരു പ്രലോഭനം ഇന്ന് സമൂഹത്തിൽ നമുക്കെല്ലാവർക്കുമുണ്ട്. ഈ പ്രലോഭനത്തെയാണ് ഈശോ അതിജീവിക്കുന്നത്. ദൈവത്തെ മാറ്റി നിർത്താതെ സ്വയം തിരിച്ചറിവിലേക്ക് വളരുവാനുള്ള ഒരു വേദിയായിട്ട് മരുഭൂമിയും പരീക്ഷണഘട്ടങ്ങളും കാണണമെന്ന് ഈശോ നമ്മെ ഇന്ന് പഠിപ്പിക്കുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുമ്പോഴും പിശാചിൻ്റെ സ്വരം കേൾക്കുമ്പോഴും യേശു കടന്നു വന്നത് ജോർദാനിൽ നിന്നാണ്. ജോർദാനിൽ നിന്ന് അവൻ മരുഭൂമിയിലേക്കാണ് നയിക്കപ്പെടുന്നത്. ഈ ജോർദാനും മരുഭൂമിയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ രണ്ട് വ്യത്യസ്ത തലങ്ങളാണ്. ജോർദാനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ലഭിക്കുന്നു. കൂദാശകളിലൂടെ, മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ കൂദാശകൾ നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ബലത്തിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം തീർത്ഥാടകരെ പോലെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നമ്മൾക്കുണ്ടാകുന്നു. ആത്മാവിനെ നിറഞ്ഞു നിൽക്കുമ്പോഴും യേശു പരീക്ഷിക്കപ്പെട്ടതുപോലെ നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ലൗകികതയിൽ വ്യാജ ദൈവങ്ങളുടെ പിന്നാലെ പോകാനുള്ള ഒരു പ്രലോഭനം നമ്മളെല്ലാവർക്കും ഉണ്ട്. ഇവിടെയാണ് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്ന് പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രലോഭിതരാകുമ്പോൾ, ജീവിത സാഹചര്യങ്ങളിൽ നൈമിഷികതകളിൽ നമ്മൾ പ്രലോഭിതരാകുമ്പോൾ സ്വയം തിരിച്ചറിയണം. യേശു ജോർദാനിൽ കേട്ട വലിയൊരു കാഴ്ചപ്പാടുണ്ട്, ശബ്ദമുണ്ട്. ഇവൻ എൻ്റെ വത്സലപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, ഇവനെ കേൾക്കുക. നമുക്ക് വേണ്ടി പിതാവ് അരുൾ ചെയ്ത വചനം. യേശുവിന് ആ ബോധ്യമുണ്ടായിരുന്നു. പ്രലോഭന നിമിഷങ്ങളിലും താൻ ആരാണ് എന്ന ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. ഞാൻ ഈ പ്രലോഭകൻ്റെ മുൻപിൽ കുമ്പിടാനുള്ളവനല്ല, ദൈവപിതാവിൻ്റെ വത്സലപുത്രനാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാവുമ്പോൾ സ്വയം ഈ തിരിച്ചറിവിലേക്ക്, ദൈവം നമുക്ക് നൽകിയ ദൈവിക അന്തസ്സ്, ആ തിരിച്ചറിവിലേക്ക്, കൃപാവരത്തിലേക്ക് ചേർന്ന് നിന്ന് ദൈവമകനാണ്, ദൈവമകളാണ് ഞാൻ, ഈശോയെപ്പോലെ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ് എന്ന ബോധ്യം പ്രലോഭനങ്ങൾ അതിജീവിക്കാനും അത് ലംഘിക്കുവാനും ഉള്ള കരുത്ത് നമുക്ക് നൽകും. യേശു നൽകുന്ന ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ സന്ദേശവും ഇത് തന്നെയാണ്. പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങളിൽ നമ്മൾ നമ്മുടെ ദൈവികാന്തസ്, ജീവിതാന്തസ് തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നത്. മൂന്നാമതായി, പ്രലോഭനങ്ങൾ പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളല്ല. പലപ്പോഴും നമ്മൾ പറയുക, ഞാൻ പ്രലോഭിപ്പിക്കപ്പെട്ടതുകൊണ്ട്, പ്രലോഭിതനായതുകൊണ്ട്, പ്രലോഭിതയായതുകൊണ്ട് പാപം ചെയ്തു. എന്നാൽ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം, പ്രലോഭിക്കപ്പെടുമ്പോൾ അത് നമ്മുടെ ആത്മബലം, ഉൾക്കരുത്ത് അറിയാനുള്ള ഒരു അവസരമാണ്. എല്ലാ പ്രലോഭനങ്ങളും ജീവിതത്തിൽ സങ്കീർണതകളുണ്ട്, നിഷേധാത്മക സാഹചര്യങ്ങളുണ്ട്. ഈ കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ, സങ്കീർണത ജീവിതങ്ങളിൽ, നെഗറ്റീവ് എക്സ്പീരിയൻസ്, നിഷേധാത്മക ഭാവങ്ങൾ, നിഷേധാത്മകതയിലെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണെന്നറിയാനും ആ സാഹചര്യങ്ങളിൽ നമ്മുടെ ആത്മബലത്തിൽ, നമ്മുടെ ആത്മീയതയുടെ ആഴങ്ങൾ അറിയാനുള്ള അവസരമായിട്ട് ഈ പ്രലോഭനങ്ങളെ, പരീക്ഷണങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട അത്യന്താപേക്ഷിതമാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ദൈവം നൽകിയ ഈ തിരുവചനങ്ങൾ
തിരുവചനത്തിൽ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായി നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ഈ നോൻപ് കാലത്ത് ഒരിക്കൽ കൂടി കുറിച്ചിടാം. ആദ്യമായി മരുഭൂമി ദൈവാനുഭവത്തിൻ്റെയും രൂപീകരണത്തിൻ്റെയും വേദിയാണ്. രണ്ടാമതായി സ്വയ അവബോധത്തിൻ്റെ വേദിയാണ് മരുഭൂമി. മൂന്നാമത് പ്രലോഭനങ്ങളെല്ലാം പാപം ചെയ്യുവാനുള്ള അവസരങ്ങളല്ല. അങ്ങനെ ദൈവത്തെ നിഷേധിക്കാതെ ദൈവത്തെ പോഷണമായും ദൈവവചനം വെളിച്ചമായും സ്വീകരിച്ച് ഈ നോൻപുകാലം അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.